നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഈ സ്ത്രീ ശാക്തീകരണത്തിന് സഹായിച്ച ഒരു വാഹനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര പേർ സമ്മതിച്ചു തരും? ഇന്ത്യയിലെ ആദ്യത്തെ ഗിയർലെസ് സ്കൂട്ടറായ കൈനറ്റിക് ഹോണ്ടയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊരു പ്രശസ്തമായ മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ, അതൊന്നുകൂടി പരിഷ്കരിച്ചാൽ വനിതകളെ അടുക്കളയിൽ നിന്ന് തിരക്കേറിയ നഗരവീഥികളിലേക്ക് എത്തിച്ച ഒരു വാഹനം അവരുടെ സ്വാശ്രയത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വലിയ പങ്ക് വഹിച്ച ഒരു വാഹനമായിരുന്നു കൈനറ്റിക് ഹോണ്ട എന്ന് സംശയം പറയാം. അപ്പോൾ അവരതിന് സഹായിച്ചത് ഈ ഹോണ്ടയുടെ പങ്കാളിത്തവും ഒക്കെ ഉപേക്ഷിച്ച് ഈ കൈനറ്റിക് ഹോണ്ട പിന്നീട് അപ്രതീക്ഷിതമായി വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കൈനറ്റിക് ഹോണ്ട ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. ഒരു വ്യത്യാസമുണ്ട്, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ആയിട്ട് ഒരു ഇലക്ട്രിക് വാഹനമായിട്ടാണ് അവർ ഒരു മടങ്ങി വരവ് നടത്തുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും ജനപ്രിയ മോഡലായിരുന്നു പഴയ കൈനറ്റിക് ഹോണ്ട DX. അപ്പോൾ അതിനെ ഒന്ന് പരിഷ്കരിച്ച് പുതിയ ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് അതേ ലുക്കും അതേ കാഴ്ചയും അതേ ഭംഗിയും എല്ലാം ഉണ്ട്. അപ്പോൾ പുതിയ വാഹനത്തിൻ്റെ പേര് ഒന്ന് ചെറുതായിട്ടൊരു പരിഷ്കരിച്ചു. കൈനറ്റിക് DX എന്നുള്ളത് കൈനറ്റിക് DX EV എന്ന പേരിലാണിപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. പഴയ ആളുകളുടെ നൊസ്റ്റാൾജിയ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ മുടക്കുമുതൽ. അതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യയും അതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട്. പഴയ കൈനറ്റിക് ഹോണ്ടയുടെ മെറ്റൽ ബോഡി ഡിസൈൻ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയ വണ്ടി വന്നേക്കുന്നത്. അതോടൊപ്പം ഡിജിറ്റൽ ഡിസ്പ്ലേ പോലെയുള്ള ആധുനിക ഫീച്ചറുകളും ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ അവർ സംയോജിപ്പിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ പരമാവധി 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്യാം. ഒറ്റ തവണ ചാർജ് ചെയ്താൽ പരമാവധി അത് ഓരോ വേരിയൻറ്റിനനുസരിച്ച് 102 കിലോമീറ്റർ മുതൽ 116 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കറിയാവുന്നതുപോലെ മറ്റ് സ്കൂട്ടറുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് താരതമ്യേന ഇപ്പോൾ വില കൂടുതലാണ്. അതിൻ്റെ കാരണം അതിൻ്റെ സാങ്കേതിക വിദ്യ തന്നെയാണ്. ഇപ്പോൾ ഇതൊരു ഇലക്ട്രിക്കൽ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ മൊബൈൽ ഫോണുകളൊക്കെ അവതരിപ്പിച്ച സമയത്ത് അതിനൊക്കെ വലിയ വിലയായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അത് പ്രാപ്തമാണ്. അതേപോലെ ഒരു കാലത്ത് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളും അതിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ കൈനറ്റിക്കിൻ്റെ ഈ വേരിയൻറ്റിന് ഏതാണ്ട് 1,11,499 രൂപയാണ്. അതൊരു പക്ഷേ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഏതാണ്ട് 1,20,000 ചിലവാകും എന്നുള്ളത് ഏകദേശം ഒരു കണക്ക് കൂട്ടിയെടുത്തു. ഏതായാലും 2008 ഈ കൈനറ്റിക് ഹോണ്ട അത് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടെ നിർമ്മാണ ശൃംഖലകളൊക്കെ കൈമാറിയിരുന്നു. അങ്ങനെയാണ് അവർ വിപണിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയത്. പക്ഷേ അങ്ങനെ കൈമാറുമ്പോഴും അവരുടെ ബ്രാൻഡ് അത് കൈനറ്റിക്കിൽ തന്നെ അവർ സൂക്ഷിച്ചു. അങ്ങനെ അതേ ബ്രാൻഡിൽ തന്നെയാണിപ്പോൾ, അല്ലെങ്കിൽ കൈനറ്റിക് എന്ന അതേ പേരിൽ തന്നെയാണ് അവരിപ്പോൾ ഇലക്ട്രിക് വാഹന മേഖലയിലേക്ക് കടന്നിരിക്കുന്നത്. അവരുടെ കൈനറ്റിക് ഗ്രീൻ എന്നാണിപ്പോൾ പുതിയ കമ്പനിയുടെ പേര്. അതുവഴി വിപണി പിടിച്ചടക്കാൻ തന്നെ വലിയ പദ്ധതികളൊക്കെയാണ് ഇവരിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2028 ഇന്ത്യയിലെ മികച്ച 3 ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളിൽ ഒന്നാകുക എന്നുള്ളതാണ് ഇപ്പോൾ കൈനറ്റിക്കിൻ്റെ ലക്ഷ്യം. നിലവിൽ ഇന്ത്യയിലുടനീളം ഏതാണ്ട് 550-ലധികം എക്സിക്യൂട്ടീവ് ഡീലർഷിപ്പുകൾ കമ്പനിക്കുണ്ട്. കൂടുതൽ നഗരങ്ങളിലേക്കും ഗ്രാമീണ മേഖലകളിലേക്കും അവരവരുടെ ഷോറൂമുകൾ എത്തിക്കാൻ ഉള്ള പദ്ധതിയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. പുതിയ പ്രീമിയം മോഡലായ കൈനറ്റിക് DX EVയുടെ വിൽപ്പനയ്ക്കായി മാത്രം അടുത്ത 3 വർഷത്തിനുള്ളിൽ 300 പുതിയ ഡീലർമാരെ സജ്ജമാക്കാനായിട്ടാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. വിപണിയിൽ ഇറങ്ങുന്ന ആദ്യ വർഷത്തിൽ തന്നെ 40,000 യൂണിറ്റുകൾ വിറ്റഴിക്കുക എന്നുള്ളതാണ് കൈനറ്റിക് ലക്ഷ്യമിടുന്നത്. 3 വർഷത്തിനുള്ളിൽ ഇത് 1.5 ലക്ഷം യൂണിറ്റുകളായിട്ട് 1.5 ലക്ഷം സ്കൂട്ടറുകളായിട്ട് വർദ്ധിപ്പിക്കാനും ഇവർക്ക് പദ്ധതിയുണ്ട്. ഇനി ദീർഘകാല ലക്ഷ്യമെന്ന് പറയുന്നത് 2029 പ്രതിവർഷം 10 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ, 10 ലക്ഷം ഇതേപോലെയുള്ള സ്കൂട്ടറുകൾ വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പദ്ധതി. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത് വഴി ഏകദേശം 10,000 കോടി രൂപയുടെ വിറ്റുവരവ് നേടാനും ഇവർ പദ്ധതിയിടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 1 ലക്ഷത്തിന് മേളിൽ വിലയുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് വിവിധ വായ്പാ പദ്ധതികളും ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സെമി അർബൻ ഗ്രാമീണ മേഖലകളിലെ ഉപഭോക്താക്കൾക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാൻ പ്രത്യേക ധനസഹായ പദ്ധതികളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കൈനറ്റിക് EV എന്ന് പറയുന്നത് പഴയ കൈനറ്റിക്കിനോട് വലിയ രൂപസാദൃശ്യമുണ്ട്, എന്നാൽ കാഴ്ചയിൽ കുറേ കൂടി മികച്ചതാണ്, കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതിൻ്റെ കാരണം ഇറ്റലിയിലെ പ്രശസ്തമായ ടൊറിനോ ഡിസൈൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് സഹകരിച്ചാണ് അവർ ഈ ഫ്യൂച്ചറിസ്റ്റിക്കായ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇത്തരം ഡിസൈനുകളൊക്കെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് മാത്രമല്ല, അവർ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മികച്ച, കുറച്ചുകൂടി പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്
500 കോടി രൂപയുടെ നിക്ഷേപവും അവർ നടത്തുന്നുണ്ട്. ഇതിൽ അവർ സ്വന്തമായ ഒരു ബാറ്ററി പാക്ക് യൂണിറ്റും അവർ ഉദ്ദേശിക്കുന്നുണ്ട്, സ്വന്തമായിട്ടുള്ള ബാറ്ററീസ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ EV വാഹനങ്ങൾക്കെല്ലാം ബാറ്ററി പോലുള്ള സംവിധാനങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. എന്നാൽ കൈനറ്റിക് സ്വന്തം നിലയിൽ ബാറ്ററി ഉണ്ടാക്കാനായിട്ടും പദ്ധതി ഇടുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് വലിയ പങ്ക് വഹിച്ച ഒരു വാഹനമാണ് ഈ കൈനറ്റിക് ഹോണ്ട. പലർക്കും അത് വലിയൊരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോൾ ഒരു കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ, സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാർക്കും ഇതൊരു ഇഷ്ട വാഹനമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? ഇന്ത്യൻ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു വാഹനമായിട്ടാണ് കൈനറ്റിക് ഹോണ്ടയെ വിലയിരുത്തുന്നത്. 1980-90കളിൽ പുരുഷന്മാർ മാത്രം അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യൻ റോഡുകളിൽ, അതിന് കാരണം അക്കാലത്ത് സ്കൂട്ടറുകൾ എന്ന് പറയുമ്പോൾ ചേതക്ക് പോലുള്ള സ്കൂട്ടറുകൾ വലിയ വലിപ്പമുള്ളത്, വലിയ ഭാരമുള്ളത്, ഗിയറുള്ളത്, ആ രീതിയിലുള്ള വാഹനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കാണ് ആത്മവിശ്വാസത്തോടെ സ്ത്രീകൾക്ക് കടന്നു വരാനായിട്ട് കൈനറ്റിക് ഹോണ്ട അവരെ പ്രാപ്തമാക്കിയത്. അപ്പോൾ ഇതുകൂടാതെ ഈ വാഹനങ്ങൾ വന്നതോടുകൂടി അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലെ പുരുഷന്മാരെയോ അല്ലെങ്കിൽ പൊതുഗതാഗതത്തെയോ ആശ്രയിക്കേണ്ടി വന്നില്ല. ധൈര്യമായി എവിടെയും പോയി വരാനായിട്ട്, ഇപ്പോൾ തൊഴിലിന് പോലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിനും അവരെ പ്രാപ്തമാക്കിയത് ഈ കൈനറ്റിക് ഹോണ്ടയാണെന്ന് സംശയം പറയാം. അക്കാലത്ത് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഗിയറില്ല എന്നതിലും ഉപരി അതിന് കിക്ക് സ്റ്റാർട്ട് കൂടാതെ ബട്ടൺ അമർത്തി സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെ സ്കൂട്ടറുകൾ അറിയാമല്ലോ, ചേതക്ക് പോലുള്ള സ്കൂട്ടറുകൾ ഈ ചരിച്ചൊക്കെ ഇട്ട് അടിയോടടി അടിച്ചൊക്കെയാണ് ചിലതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വനിതകളെ സംബന്ധിച്ച് അത് വലിയ പ്രയാസമുള്ള സാധനമാണ്. പക്ഷേ കൈനറ്റിക് ഹോണ്ട അന്ന് വിപണിയിൽ വന്നത് ഒന്ന് ഗിയർ വേണ്ട, പിന്നെ സ്വിച്ച് അമർത്തിയാൽ വണ്ടി സ്റ്റാർട്ടാകും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ ഗുണം 98 cc 2 സ്ട്രോക്ക് എഞ്ചിനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കരുത്തുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല ദീർഘദൂര യാത്രയ്ക്കൊക്കെ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയായിരുന്നു അന്നത്തെ കൈനറ്റിക് ഹോണ്ട. കൂടാതെ ഈ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ഗിയർ, അതാണ് യഥാർത്ഥത്തിൽ ഈ ഗിയർ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ അതാണ്. ഈ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ഗിയർ, അതുവഴിയാണ് ഇവർ ഈ ഗിയർ ഇല്ലാത്ത സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയത്. ഇതുവഴി തരക്കേടില്ലാത്തൊരു മൈലേജും അക്കാലത്ത് കൈനറ്റിക് ഹോണ്ടയ്ക്ക് ഉണ്ടായിരുന്നു. 35 മുതൽ 45 കിലോമീറ്റർ. അന്നത്തെ കാലത്ത് അതൊക്കെ തൃപ്തികരമായ ഒരു മൈലേജ് ആയിരുന്നു. ഇപ്പോഴാണ് ഈ പെട്രോളിനൊക്കെ ഇത്ര വലിയ വില വർധനമൊക്കെ ഉണ്ടായത്. പിന്നെ മറ്റൊരു ഗുണം ഫൈബർ ബോഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ ഭാരമൊന്നുമില്ല, സ്ത്രീകൾക്ക് എളുപ്പം കൈകാര്യം ചെയ്യാവുന്ന ഒരു വാഹനമാണ്. പിന്നെ ഇൻഡിക്കേറ്ററുകൾ ഫ്ലഷ് ചെയ്ത രീതിയിലുള്ള അക്കാലത്തെ അത്യാധുനിക ഡിസൈനുമായിരുന്നു. അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ കാണാൻ അതിൻ്റെ ബോഡി പാർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരുന്നു തയ്യാറാക്കിയിരുന്നത്. അതൊക്കെ ആ വണ്ടിയുടെ ഒരു മികവ് കൂട്ടിയിരുന്നു. ഇനി ഈ കൈനറ്റിക് ഹോണ്ട അല്ലെങ്കിൽ കൈനറ്റിക്കിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. 1970 മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമാക്കി HK ഫിറോദിയ എന്ന ഒരു ഇന്ത്യൻ വ്യവസായിയാണ് ഈ കൈനറ്റിക് ഗ്രൂപ്പ് സ്ഥാപിച്ചത്. ആദ്യ ഉൽപ്പന്നം കൈനറ്റിക് ലൂണ എന്ന പേരിലുള്ള ഒരു മോപ്പഡായിരുന്നു, ഒരു ചെറുവാഹനം. ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായി ഡിസൈൻ ചെയ്ത ആദ്യത്തെ ചെറുവാഹനമായിരുന്നു അത് എന്ന് പറയാം. 1980 ഈ കൈനറ്റിക് ഹോണ്ട ഈ ജപ്പാനിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയുമായിട്ട് കൈകോർത്ത്. അന്ന് മുതലാണ് ഈ കൈനറ്റിക് ഹോണ്ടയായി മാറിയത്. കൈനറ്റിക് ഗ്രൂപ്പ് ഇന്ത്യയിലെ നിർമ്മാണശാലകളും വിപണന ശൃംഖലകളും നൽകിയപ്പോൾ ആ വാഹനത്തിന് വേണ്ട സാങ്കേതിക വിദ്യയും എഞ്ചിനും രൂപകൽപ്പന നടത്തിയത് ഹോണ്ടയായിരുന്നു. ഹോണ്ട രൂപകൽപ്പന ചെയ്ത 98 cc 2 സ്ട്രോക്ക് എഞ്ചിനാണ് ഈ കൈനറ്റിക് ഹോണ്ട എന്ന് പറയുന്ന സ്കൂട്ടറിൻ്റെ ഹൃദയമായി പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ജീവനായിട്ട് പ്രവർത്തിച്ചത്. ഗിയറില്ലാതെ പ്രവർത്തിക്കുന്ന എഞ്ചിൻ, അതോടൊപ്പം പുഷ് ബട്ടൺ ഇലക്ട്രിക് സാങ്കേതിക വിദ്യ എല്ലാം ഹോണ്ടയുടെ സംഭാവനയാണ്, കൈനറ്റിക്കിൻ്റെ അല്ല. അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഈ ചേതക്ക് പോലെയുള്ള മെറ്റൽ ബോഡി സ്കൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഭാരം കുറഞ്ഞ ഫൈബർ ബോഡി അവതരിപ്പിച്ചതും അല്ലെങ്കിൽ ആ ഡിസൈനും ഒക്കെ നൽകിയത് അതും ഹോണ്ടയുടെ സംഭാവനയാണ്. 1998 ഈ ഹോണ്ടയുമായിട്ടുള്ള ബന്ധം കൈനറ്റിക് അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ഹോണ്ട കൈനറ്റിക്കുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. അതിനുശേഷം ഈ ഹോണ്ടയുടെ ഓഹരികൾ കൂടി കൈനറ്റിക് പൂർണ്ണമായും വാങ്ങി, പൂർണ്ണമായും അതൊരു ഇന്ത്യൻ കമ്പനിയായി മാറുകയായിരുന്നു. അക്കാലത്തുണ്ടായ ഒരു ബൈക്കുകളുടെ ഒരു അതിപ്രസരം, ഒരു വിപ്ലവം തന്നെ ഇരുചക്ര വാഹന വിപണിയിലുണ്ടായി. അങ്ങനെ ഈ സ്കൂട്ടറുകളുടെ ഡിമാൻഡ് വല്ലാണ്ട് കുറയുകയും ആ വിപണിയിലേക്ക് ബൈക്കുകൾ ഇരച്ചു കയറുന്ന ഒരവസ്ഥയും ഉണ്ടായി. അപ്പോൾ ഈ കൈനറ്റിക് ഹോണ്ട വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള കാരണവും അതുതന്നെയാണ്. കാരണം ഈ ഹോണ്ടയും കൈനറ്റിക്കുമായിട്ടുള്ള സംയുക്ത കരാർ പ്രകാരം കൈനറ്റിക്കിന് സ്കൂട്ടറുകളും മോപ്പഡുകളും നിർമ്മിക്കാൻ മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ബൈക്ക് ആര് നിർമ്മിക്കുമെന്ന് വെച്ചാൽ ഇതേ ഹോണ്ടയ്ക്ക് തന്നെ ഹീറോ എന്ന കമ്പനിയുമായിട്ടും സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ ബൈക്കിൻ്റെ നിർമ്മാണം ഹീറോ ഹോണ്ടയാണ് നടത്തിക്കൊണ്ടിരുന്നത്. കൈനറ്റിക്കിന് അനുവാദമില്ലായിരുന്നു. അപ്പോൾ വളർന്നു വരുന്ന ബൈക്ക് വിപണിയിലേക്ക് പ്രവേശിക്കാൻ കൈനറ്റിക്കിന് സാധിച്ചില്ല. അങ്ങനെ അവരുടെ വിപണി വിഹിതം വല്ലാണ്ട് കുറയുകയും ചെയ്തു. ഇപ്പോൾ ഹോണ്ട ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ ഹീറോ ഗ്രൂപ്പുമായിട്ട് ഹോണ്ട സംയുക്തമായിട്ട് അന്നത്തെ ഹീറോ ഹോണ്ട ബൈക്കുകൾ അല്ലെങ്കിൽ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പോലെയുള്ളതൊക്കെ വലിയ വിപണി പിടിച്ചടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ അവർ ബൈക്ക് വിപണി പൂർണ്ണമായിട്ട് കീഴടക്കിയപ്പോൾ സ്കൂട്ടർ വിപണിയിൽ ഉണ്ടായിരുന്ന കൈനറ്റിക്ക് അപ്രസക്തമാകുന്ന ഒരവസ്ഥ വന്നു. കൈനറ്റിക് ഹോണ്ടയോടുള്ള ആൾക്കാരുടെ താല്പര്യത്തിന് വലിയ കുറവും സംഭവിച്ചു. കാരണം അന്ന് ഈ മൈലേജും ഒരു ഘടകമാണ്. കാരണം ഈ ബൈക്കുകൾ ഏതാണ്ട് 60 കിലോമീറ്റർ മുകളിൽ മൈലേജ് തരുമ്പോൾ ഈ കൈനറ്റിക് ഹോണ്ട 35-40 കിലോമീറ്റർ വരെയൊക്കെ പരമാവധി നൽകുന്നുണ്ടായിരുന്നുള്ളൂ. കൈനറ്റിക്കിൽ നിന്നും മാറിയ ശേഷം ഹോണ്ട സ്വന്തമായിട്ട് ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ എന്ന പേരിൽ 2001 ഈ ഹോണ്ട ആക്റ്റീവ എന്ന് പറയുന്ന സ്കൂട്ടർ കൂടി ഇറക്കിയതോടെ ഈ കൈനറ്റിക് ഹോണ്ട എന്ന് പറയുന്ന അധ്യായം തന്നെ അവസാനിച്ച മട്ടായി. വിപണിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൈനറ്റിക് സ്വന്തം നിലയിൽ അവർ പുതിയ 4 സ്ട്രോക്ക് എഞ്ചിനിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ പല പേരുകളിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ കൈനറ്റിക് നോവ എന്നൊക്കെ പേരിൽ അങ്ങനെയാണ് വന്നത്. പക്ഷേ എന്നിട്ടും പിന്നെ അവർ മറ്റൊരു വിദേശ കമ്പനിയായിട്ട് സഹകരിച്ച് ബൈക്കുകളും ഇറക്കി നോക്കി. പക്ഷേ വിപണിയിൽ അവർക്ക് പഴയ ജനപ്രീതി പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. ഏതായാലും 2008 ഇവർ ഈ സ്കൂട്ടർ എന്ന് പറയുന്ന പരിപാടി അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് 2 വീലർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി പൂർണ്ണമായി അവസാനിപ്പിക്കുകയും 2008 അവരുടെ ഈ കൈനറ്റിക്കിൻ്റെ നിർമ്മാണ മേഖല മുഴുവൻ മഹീന്ദ്രയ്ക്ക് കൈമാറുകയും ചെയ്തു. മഹീന്ദ്ര നമ്മുടെ അറിവിൽ വലിയ വാഹനങ്ങൾ, കാറുകൾ, ട്രക്കുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്ന മഹീന്ദ്ര ആദ്യമായിട്ടാണ് അങ്ങനെ 2 വീലർ രംഗത്തേക്ക് കടന്നു വന്നത്. പക്ഷേ ഇരുചക്ര വാഹന മേഖലയിൽ മഹീന്ദ്രയ്ക്കും ചുവട് പിഴയ്ക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും ഈ അധ്യായങ്ങൾക്കൊക്കെ ശേഷം കൈനറ്റിക് രണ്ടാം വരവിൽ ചെയ്തത് അതിൻ്റെ സ്ഥാപകനായ അരുൺ ഫിറോദിയുടെ മകൾ സുലജ്ജ ഫിറോദിയ മോട്ട്വാനിയാണ് ഈ കൈനറ്റിക്കിനെ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് പുനഃപ്രതിഷ്ഠ നടത്തിയത്. 2015 അവർ കൈനറ്റിക് ഗ്രീൻ എനർജി ആൻഡ് പവർ സൊല്യൂഷൻസ് എന്ന പേരിൽ പുതിയൊരു കമ്പനി സ്ഥാപിച്ചു. മറ്റു പ്രമുഖ കമ്പനികളെല്ലാം തന്നെ സ്കൂട്ടർ വിപണിയിൽ EV സ്കൂട്ടറുകളുടെ പിറകെ പോയപ്പോൾ ഇവർ കൈനറ്റിക് ഗ്രൂപ്പുകാർ 3 വീലറുകൾ അല്ലെങ്കിൽ ഈ റിക്ഷോകൾ വിപണിയിൽ ഇറക്കാനായിട്ടാണ് ശ്രമിച്ചത്. അവരങ്ങനെ ആ രംഗത്ത് 3 വീലർ രംഗത്ത് വിജയത്തിന് ശേഷം 2022 അവർ കൈനറ്റിക് ഗ്രീൻ ഇലക്ട്രിക് 2 വീലറുകൾ ഇറക്കാൻ തുടങ്ങിയത്. ആദ്യ ഉൽപ്പന്നങ്ങൾ സിങ്, സൂം തുടങ്ങിയ പേരുകളിലാണ് അവർ ചെറു ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിൽ എത്തിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അവരുടെ പഴയ ബ്രാൻഡായ നമ്മുടെ മോപ്പഡും കൈനറ്റിക് മോപ്പഡും EV വേരിയൻ്റായിട്ട് വിപണിയിലെത്തിച്ചു. 2024 ഫെബ്രുവരിയിൽ അവർ ഈ പഴയ ലൂണ അവർ EV മോപ്പഡ് എന്ന രൂപത്തിൽ വിപണിയിൽ അവതരിപ്പിച്ചു. അതിന് വലിയ ജനപ്രീതി കിട്ടി. കാരണം സാധാരണക്കാർക്കും താങ്ങാവുന്ന വിലയെ അതിനുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 70,000 രൂപയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ രീതിയിൽ അത് വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. ആ വിപണി പിടിച്ചടക്കിയതിന് ശേഷം, ആ രീതിയിലൊരു മേൽവിലാസം ഉണ്ടാക്കിയ ശേഷമാണ് അവർ പഴയ കൈനറ്റിക് ഹോണ്ട ഇപ്പോൾ EV രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ പണ്ട് കാലത്ത് കൈനറ്റിക് ഹോണ്ട അടക്കി ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ എതിരാളി ചേതക് സ്കൂട്ടർ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് 2 വീലർ രംഗത്ത് പഴയ കൈനറ്റിക്കിന് എതിരാളികൾ നിരവധിയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓല, ഏതർ, TVS, പഴയ ചേതക് ഇപ്പോൾ പുതിയ ഇലക്ട്രിക് ചേതക്കായിട്ട് ഇപ്പോൾ വിപണിയിലുണ്ട്. ഹീറോയും അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിന്നാലെ ഒരുപാട് വൈകിയാണ് അവർ കൈനറ്റിക് ഹോണ്ട ഇപ്പോൾ EV രൂപത്തിലെത്തിയേക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ പഴയ ഒരു ഗൃഹാതുരത്വവും അതിനോടുള്ള ഒരു താല്പര്യവും എല്ലാം തന്നെ വലിയ ഒരു മുതൽ മുടക്ക് തന്നെയാണ്, വലിയൊരു സാധ്യത തന്നെയാണ് കൈനറ്റിക് EVക്ക് ഉള്ളത് എന്ന് പറയാം. ഏതായാലും വരുന്ന കാലങ്ങളിൽ അവർക്ക് വലിയ രീതിയിൽ പ്രകടനം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. വലിയ രീതിയിൽ അവരുടെ വിൽപ്പന മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.